എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ കടബാധ്യതകളാൽ തകർന്ന് എന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന വക്കീലായപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരാൾ ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്രകാരം 2009 ജനുവരി ആദ്യ ഞായറാഴ്ച ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ആ ദിവസം തന്നെ യേശുവപ്പൻ തൊട്ട് എന്റെ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മഹത്യ ചിന്ത എടുത്തുമാറ്റി. ഹല്ലേലൂയ. എന്റെ ഭർത്താവിന് 7 വർഷമായി വയറുവേദനയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ദിവസവും മരുന്ന് കഴിച്ചിരുന്നു, യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥനാമധ്യേ സിസ്റ്റർ പറഞ്ഞു, രോഗമുള്ള ഭാഗത്ത് കരം പതിക്കാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അപ്രകാരം എന്റെ ഭർത്താവും കരം പതിച്ചു. ആ സമയത്ത് എന്നെ വയറുവേദന പൂർണ്ണ വിടുതൽ കിട്ടി. അതിനുശേഷം യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല. ഇത്രയും അധികം അത്ഭുതം പ്രവർത്തിച്ച യേശുവപ്പന് നന്ദി. 2008 വരെ കണ്ണുകൾ കുരുടാക്കി ഊമ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഞങ്ങൾക്ക് 2009 മുതൽ ജീവനുള്ള ദൈവത്തെ അറിയുവാനും ആരാധിപ്പാനും ദൈവം നൽകിയ വൻ കൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മകന് 1.5 വയസ്സുള്ളപ്പോൾ പനി വന്ന് ബ്ലഡിൽ കൗണ്ട് കുറവായിരുന്നു. അന്നു മുതൽ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. ആഴ്ചയിൽ 3.5 വയസ്സുള്ളപ്പോൾ ബ്രദറിന്റെ കൺവെൻഷൻ ബ്ലാങ്ങാമുറി CSI സഭയിൽ നടക്കുമ്പോൾ പപ്പ പ്രാർത്ഥനയ്ക്കായി വിഷയം എഴുതിയിട്ടു. അതിനുള്ള മറുപടി ഞങ്ങൾക്ക് വന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ദൈവം അത്ഭുത വിടുതൽ നൽകിയിരിക്കുന്നു എന്ന്. അന്നു മുതൽ മകന് പരിപൂർണമായ വിടുതൽ നൽകി. അതിനുശേഷം ഇന്നുവരെയായി ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിന് വരും. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ സാക്ഷി പറയുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് കൈ പൊക്കാനോ ഒരു ജോലി ചെയ്യാൻ പോലും പാടില്ല. ഒരു നേരം ആഹാരം പോലും വാരി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് കർത്താവിൻ്റെ ദാസിരോട് ഫോണിൽ കൂടി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് ഇതാ ഫോൺ അമ്മേരെ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുത്ത ശേഷം തന്നെ പ്രാർത്ഥിച്ച് അപ്പം തന്നെ അമ്മയ്ക്ക് കൈ സുഖം കൊടുക്കാനും അമ്മയ്ക്കിപ്പം ആഹാരം വാരി സ്വന്തമായിട്ട് കഴിക്കാനും കൈ എല്ലാ ജോലി ചെയ്യാനും എല്ലാ പണിയെടുക്കാനും എല്ലാ സൗഖ്യം കൊടുത്ത ഇത്രത്തോളം വലിയ സൗഖ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു ബിടെക് വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫൈനൽ പരീക്ഷയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയും ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ വളരെ വിഷമത്തിലായിരിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ ആൻറ്റിയെ വിളിച്ച് ആൻറ്റിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആൻറ്റി പറഞ്ഞു, മോനെ നിനക്ക് അത്ഭുതമായ ഒരു വിജയം ദൈവം തരും എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പരീക്ഷ നല്ലവണ്ണം എഴുതുകയും ഒക്കെ ചെയ്തിട്ട് എൻ്റെ മനസ്സിന് നല്ലൊരു വിഷമമായിരുന്നു. അത് ഞാൻ പാസ്സാവുമോ ഇല്ലയോ എന്നുള്ളൊരിത്. ഞാൻ അന്ന് വൈകുന്നേരം ആൻറ്റിയെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആൻറ്റി പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, റിസൾട്ട് വരുമ്പോൾ നിനക്ക് അത്ഭുത വിജയം ദൈവം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ദൈവം എനിക്ക് അത്ഭുതകരമായ ഒരു വിജയം എൻ്റെ ദൈവം എനിക്ക് തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ആദ്യമേ സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസം പെട്ടെന്നൊരു വയറുവേദന ഉണ്ടാവുകയും ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ഇഞ്ചക്ഷനും മരുന്നും കൊടുത്തിട്ട് യാതൊരു കുറവുമില്ല. പിറ്റേ ദിവസമായപ്പോൾ അതിനേക്കാളും അതിഭയങ്കരമായ വയറുവേദനയായിരുന്നു. ഞാൻ നെയ്യാറ്റിൻകര ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നും മരുന്നും ഗുളിയും എല്ലാം കഴിച്ചിട്ട് ഒരു കുറവുമില്ല. രാത്രിയായപ്പോൾ വയറുവേദന അതിഭയങ്കരമായി. ഞങ്ങൾ രാത്രി സിസ്റ്ററിന്റെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഇതാ വിടുവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ വയറുവേദന പൂർണ്ണമായി കർത്താവ് എടുത്തു മാറ്റി. അടുത്ത സാക്ഷി പറഞ്ഞ ഞങ്ങൾ ഒരു തടിമില്ല് 15 വർഷം കൂടെ നടത്തി വരികയായിരുന്നു.
വർഷം തോറും ഞങ്ങൾ ലൈസൻസ് പുതുക്കുമായിരുന്നു. എന്നാൽ 2007 ആയപ്പോൾ ലൈസൻസ് പുതുക്കാൻ പോയപ്പോൾ ലൈസൻസ് പുതുക്കി തന്നില്ല. അവർ പറഞ്ഞു ഫോറസ്റ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് NOC കിട്ടിയാൽ മാത്രമേ പുതുക്കി തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് ഞങ്ങൾ അപേക്ഷ അയക്കുകയും ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചതായി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവർ വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിൽ അയച്ചതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ വെരിഫിക്കേഷന് വരുന്ന സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങളുടെ സ്ഥാപനത്തിൽ 2 പ്രാവശ്യം വെരിഫിക്കേഷന് വന്നിരുന്നു. അവർ ആവശ്യപ്പെട്ട എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾ ഹാജരാക്കി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിയമപരമായിട്ട് ഒരു തടസ്സവും കാണുന്നില്ല, സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് ഏകദേശം 1 വർഷം ആകാറായിട്ടും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കുന്നില്ല, നിർത്തിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ലൈസൻസ് പുതുക്കുവാനും ആ സ്ഥാപനം ഞങ്ങൾക്ക് അവിടെ നടത്തിക്കൊണ്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. ഞങ്ങൾ അതിഭാരത്തോടെ കുടുംബത്തോടെ ഒരു ഞായറാഴ്ച സിസ്റ്ററിനെ ഇവിടെ നേരിൽ കണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം സിസ്റ്ററിനോട് അറിയിച്ചു. സിസ്റ്റർ എല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവിതാൻ നിങ്ങൾക്കൊരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രജിസ്റ്റേർഡായ ആ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഏൽപ്പിക്കുകയും 4 വർഷത്തെ കുടിശ്ശിക തീർത്ത് ഞങ്ങൾക്ക് അതിൽ നിന്നും വിടുതൽ നൽകുകയും ചെയ്തു. അതിനുശേഷം 10 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ തടിമില്ല് വേറൊരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ 2010 ആയപ്പോൾ ആ വ്യക്തി പുതിയൊരു മില്ല് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനം ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു തരുന്നില്ല, ഞാൻ 2 മില്ല് നടത്താൻ പോകുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭാരത്തോടെ അന്ന് രാത്രി സിസ്റ്ററിനോട് വിളിച്ചിട്ട് ആ വ്യക്തി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മാറുന്നതിനും ഞങ്ങൾക്കത് സ്വന്തമായി നടത്തുവാനും അത് മാത്രമല്ല ഈ മിഷ്യൻ മാറ്റി പുതിയ മിഷ്യൻ വയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചു. സിസ്റ്റർ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവ് ഈ സഹോദരന്റെ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക, സ്തോത്രം എന്ന് പറഞ്ഞു. മാറുകയില്ല എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേന്ന് തന്നെ വന്ന് പറഞ്ഞു, നവംബർ മാസം 30-ാം തീയതി ഞാൻ ഒഴിഞ്ഞ് താക്കോല് തരാമെന്ന് പറഞ്ഞ വ്യക്തി 28-ാം തീയതി തന്നെ ഒഴിഞ്ഞ് ഞങ്ങൾക്ക് താക്കോല് തരുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ ഞങ്ങൾ സ്വന്തമായി നടത്തുകയും അത് മാത്രമല്ല സിസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ പുതിയ മിഷ്യൻ ഞങ്ങൾക്ക് വാങ്ങിക്കുവാനും കർത്താവ് സഹായിച്ചു. ഇത്രയും അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കർത്താവിന് നന്ദി, സ്തോത്രവും സ്തുതിയും അത്ഭുതം ഞങ്ങൾ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തൊരു സാക്ഷ്യം ജോസഫ് മുളയറ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കി ദുബായ് പട്ടണത്തിൽ പോയി ഒരു ക്ലിനിക്കിൽ പോലും ജോലി ലഭിച്ചില്ല. 1.25 വർഷം 2.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു ക്ലിനിക്കിൽ പോലും BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് ജോലി ലഭിച്ചില്ല. ആരോ ഒരാൾ പ്രയർ ഗാർഡൻസിന്റെ ഫോൺ നമ്പർ കൊടുത്ത് ഇവിടെ കണ്ണുനീരോട് വിളിച്ച് എനിക്കൊരു ജോലി ദുബായ് പട്ടണത്തിൽ തരാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ ദാസി ഫോണിൽ കൂടി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് അനുഗ്രഹം വരുന്നത്. നിനക്കവിടെ ഒരു പഠിത്തത്തിന് യോഗ്യമായ ഒരു ജോലി കിട്ടിയാൽ 1.25 വർഷം ആസ്പത്രി ടു ആസ്പത്രി, സ്ഥാപനം ടു സ്ഥാപനം കയറി ഇറങ്ങിയിട്ടും ഒരു ക്ലിനിക്കിൽ പോലും സാധാരണ ജോലി പോലും കിട്ടുവാൻ കഴിയാതെ ഹൃദയം തകർന്നിരുന്ന നിനക്ക് ഗവൺമെന്റിൽ നിന്ന് നിന്റെ പഠിത്തത്തിന് തക്ക ഉദ്യോഗം കർത്താവ് ഒരുക്കാൻ പോകുന്നു. പക്ഷെ ഒരു ഉടമ്പടി എടുക്കണം. ജോലി കിട്ടിയാൽ ആ ഏത് രാജ്യത്തിൽ നിനക്കൊരു ജോലി കിട്ടുന്നുവോ അതേ രാജ്യത്തിൽ സുവിശേഷം അറിയിക്കുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ കൺവെൻഷൻ നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമോ, എങ്ങനെ ഒരു സാക്ഷി ചെയ്യുമോ എന്ന് ഉടമ്പടി എടുത്താൽ ഇതാ കർത്താവ് ജോലി ഒരുക്കിയിരിക്കുന്നത്. ആ മകൾ ഫോണിൽ കൂടി തന്നെ അങ്ങനെ ഒരു ഉടമ്പടി എടുത്ത് കർത്താവിന്റെ ദാസനെയും ദാസിയും ദുബായ് പട്ടണത്തിൽ കൊണ്ടുപോയി യോഗങ്ങൾ ക്രമീകരിക്കുമെന്ന് ഒരാഴ്ചക്കകം ദുബായ് ഗവൺമെന്റിൽ നിന്ന് ആ മകൾക്ക് ആർഡർ ലഭിച്ചു. അത്ഭുതമല്ലേ? കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവനാമത്തോണ്ടാട്ടെ. 2009 അവസാനം എൻ്റെ മോളൊക്കെ വിവാഹമായിരുന്നു. ഇവിടെ BSc നഴ്സിംഗ് പഠിച്ച ഒരു കൊച്ചായിരുന്നു. ഇവിടെ ട്യൂട്ടറായിട്ട് കാട്ടാക്കട PNMൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടുന്ന് കല്യാണാലോചന വന്ന് അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ദുബായിൽ എയർപോർട്ടിൽ മോന് ജോലിയായിരുന്നു. അവിടെ കൊണ്ടുപോയി ജനുവരി 1.25 വർഷം വരെ അലഞ്ഞു തിരിഞ്ഞ് മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. അവിടെ ദുബായിൽ ഹോസ്പിറ്റലിൽ എല്ലാ വാതിലുകളും തൊട്ടി ഗെറ്റ് ഔട്ട് അടിച്ചു വിട്ട് അപ്പോഴേ
ഒരു ക്ലിനിക്കിൽ ജോലിക്ക് പോലും ചെന്നിട്ട് ഒരു അപേക്ഷയും അവർ സ്വീകരിച്ചില്ല. പക്ഷേ ഞാൻ ജനുവരി 22 ആയപ്പോൾ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് മോള് പഠിച്ചത്. അപ്പോൾ 5,75,000 രൂപ വരെ എഴുതി വന്ന് കിടന്ന്, അപ്പം കേസ് ഫയൽ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ മോളെ പേരിന് കാശ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം നോട്ടീസ് പറവറ വന്നു. അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. മോക്കും ജോലിയായില്ല. മോളെ എക്സാമിൻ്റെ ഡേറ്റ് ഫെബ്രുവരി തീരെയാണ്. അമ്മായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് കരയുമായിരുന്നു വിളിച്ച് ഫോണിൽ കൂടെ. അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് സിസ്റ്ററിനെ 22-ാം തീയതി ജനുവരി 22-ാം തീയതി സിസ്റ്ററിനെ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ്, നിങ്ങൾക്ക് നിങ്ങളുടെ മോനുമായിട്ട് ഒരു കൺവെൻഷൻ രൂപീകരിക്കാൻ പറഞ്ഞ്, നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ട് ദൈവം അടുത്ത മാസം തന്നെ ഉറപ്പായിട്ട് തീരുമാനത്തിൽ കണ്ടെത്തി തരുമെന്ന് പറഞ്ഞ്, അതുപോലെ അവർ രണ്ടുപേരും തീരുമാനം ഉടമ്പടിയെടുത്ത് ദൈവം ഒരു ജോലി അവർക്ക് അവിടെ കൊടുത്ത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ദൈവം കൊടുത്ത്, റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ഒരു കാശ് പോലും ഇല്ലാതെ കർത്താവ് പൂർണ്ണമായിട്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ദൈവം കൊടുത്ത്, ഫെബ്രുവരി 14-ാം തീയതി ആയപ്പോൾ മോള് വിളിച്ച് ഫോൺ കോളിൽ കൂടെ പറഞ്ഞ്, ചേട്ടന്റെ ഓഫീസിലാണ് വിളിച്ച് പറഞ്ഞ്, പപ്പ ജോലി ലഭിച്ചിരിക്കണമെന്ന് പറഞ്ഞ് യേശുവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ മൂത്ത മരുമകളുടെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മത്തായി മറ്റത്തിൽ നിന്നുള്ള കോലഞ്ചേരിയിലുള്ള ആളാണ്. അദ്ദേഹം ഒരു 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ്. ഒരു ദിവസം ഇങ്ങനെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് താഴെ വീണ് ഇടത്തെ കാലിൽ ചിരട്ട പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെതായ പല ട്രീറ്റ്മെൻറ്റ്സും ചെയ്തായിരുന്നു, ഓപ്പറേഷനും എല്ലാം ചെയ്തായിരുന്നു. പക്ഷേ അത് കുറച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൂടുതലാകുകയും അവർക്ക് അവിടുന്ന് എറണാകുളത്തോട്ട് ലൂത്ത് ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയും വന്നു. എറണാകുളത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കുവാനോ അതുപോലെ അനങ്ങുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. അവർ ICUയിൽ ഇരിക്കുകയായിരുന്നു. അവർക്ക് മക്കളെയോ ചെറുമക്കളെയോ ഒന്നും തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മകനും മരുമകളും ഡോക്ടേഴ്സാണ്. അവരും ഇതിനെ പോയി നോക്കിയിട്ട് പറഞ്ഞു ഇത് വളരെ പ്രയാസമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ജനുവരി അവസാന ആഴ്ചയിലായിരുന്നു. അടുത്ത ചൊവ്വാഴ്ചയുള്ള പ്രാർത്ഥനയിൽ ഞാൻ ബ്രദറിനെ കണ്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മരുമകളുടെ അപ്പച്ചൻ ഇങ്ങനെ സുഖമില്ലായിരിക്കുകയാണ്, ഒന്നും തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ICUയിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവർ വളരെ വേദനയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ബ്രദർ കുറച്ചു നേരം ഇങ്ങനെ നിശബ്ദമായിട്ട് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ പറഞ്ഞായിരുന്നു, ഈ അപ്പച്ചന് മുഴുവനായിട്ട് സുഖം കിട്ടും, ഇദ്ദേഹം വീട്ടിൽ പോയിട്ട് മക്കളെയും മരുമക്കളെയും എല്ലാം കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. അടുത്ത ദിവസം ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം അന്ന് രാത്രി തൊട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങുകയും അടുത്ത ദിവസം അവർ വാർഡിലോട്ട് മാറുകയും ഞാൻ പോയി അവരോട് ഈ കാര്യം സാക്ഷി പറയാനും കൂടെ സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഇത്രയും അതിശയകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ച യേശുദേവന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 19 മാസക്കാലം എൻ്റെ മകൾ വളരെയധികം ബ്ലീഡിംഗ് രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടു. അവൾക്കിനി കൊടുക്കുവാൻ മരുന്നുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരു വ്യാഴാഴ്ച ആരാധനയിൽ ഞങ്ങൾ കടന്നു വന്ന് ആരാധന കഴിഞ്ഞതിന് ശേഷം TV പ്രോഗ്രാമിന്റെ ഒരു ഫാം ഇവിടെ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു. മകളുടെ രോഗവിവരം ആ ഫാമിൽ എഴുതി ഞങ്ങൾ ഒരു ഉടമ്പടിയും എടുത്തു. ഞങ്ങളാൽ കഴിവത് എല്ലാ മാസവും കൊടുക്കാമെന്ന് അതിൽ എഴുതുകയും ചെയ്തു. ആ നിമിഷം മുതൽ എൻ്റെ മകളുടെ ബ്ലീഡിംഗ് രോഗം എൻ്റെ യേശോപ്പൻ സൗഖ്യം കൊടുത്തു. അടുത്ത സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 2010 നവംബർ 14-ാം തീയതി ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ ചറുക്കി വീഴുന്നു. 8 ദിവസം വൈദ്യന്മാരുടെ ചികിത്സ ചെയ്ത് എനിക്കൊരു കുറവും കിട്ടിയില്ല. അത് കഴിഞ്ഞ് എന്നെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നെ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ കാലിന്റെ എല്ല് പൊട്ടലാണെന്ന് കണ്ടു. പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ പറഞ്ഞയച്ചു. 16-ന്റെ അന്ന് എനിക്ക് കാല് നീട്ടിയിടുവാനോ താഴ്ത്തുവാനോ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായ വേദനയുണ്ടായി.
ഞാൻ പ്രിയ ദേവദാസിയോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എത്രയും വേഗം ഈ മകൾക്ക് സൗഖ്യം കൊടുത്ത് കൂട്ടായ്മ നടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എനിക്ക് പരിപൂർണ സൗഖ്യം എന്റെ യേശുപ്പൻ തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ യേശുവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിന്റെ കൂട്ടായ്മയെ താങ്ങിക്കൊള്ളാം എന്നുള്ള ഉടമ്പടി എടുത്ത സെക്കൻഡിൽ തന്നെ 19 മാസമായി ഉള്ള പെരുംപാട് ബ്ലീഡിംഗ് കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ആമേൻ. ശ്രദ്ധിക്കുക, 11 ലിസ്റ്റിൽ പേരുണ്ടായി. ജോലിക്ക് 11 ലിസ്റ്റിൽ പേര് വന്നു. സന്തോഷിന് 11 ലിസ്റ്റിൽ പേരൊന്ന്, ഒന്നിൽ പോലും ജോലി കിട്ടിയില്ല. എത്ര ഹൃദയം തകർന്നു കാണും. കഴിഞ്ഞ 2-ാം ശനിയാഴ്ച ആരാധനയിൽ ഈ കൂട്ടായ്മയെ താങ്ങുന്നവർ TV മിനിസ്ട്രി, പൂർ ഫണ്ട് മിനിസ്ട്രി ഒന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു. കർത്താവ് എനിക്കൊരു ഭാരം തന്നെ, ഇതിൽ ജോലിയില്ലാതെ നരങ്ങുന്ന അനേക യുവതി യുവാക്കളുണ്ട്, ഇവർക്കായി പ്രാർത്ഥിക്കുക. കർത്താവ് ജോലി തരാൻ പോകുന്നു. നിങ്ങൾക്കറിയാമോ, 11 ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ജോലിയില്ലാതെ തട്ടിപ്പോയി കർത്താവിന്റെ വേലയെ താങ്ങാം എന്നുള്ള ഉടമ്പടിയിൽ താങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ പ്രാർത്ഥിച്ചു, ജോലി കൊടുക്കണമേ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. അതിന്റെ തൊട്ടടുത്തുള്ള ശനിയാഴ്ച ഈ 11 ലിസ്റ്റിൽ ഉള്ള വന്ന ജോലിയുടെ കേഡറേക്കാൾ ഉയർന്ന കേഡറിൽ, നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലല്ല, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാഴ്ചക്കകം കർത്താവ് തന്റെ ദാസനെ ഉദ്യോഗസ്ഥനായി കൊണ്ടുവരുത്തി. ഹല്ലേലൂയ. ആ സാക്ഷി നിങ്ങൾ കേൾക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു സ്റ്റേറ്റിലെ ജോലിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടു. 11 PS ലിസ്റ്റുകളിലായിട്ടും എനിക്ക് ഒരു ജോലി ലഭിച്ചില്ല. ഞാൻ അപ്രകാരം ജനുവരി മാസം നടന്ന സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാൻ കുടുംബമായി പങ്കെടുത്തു. അപ്രകാരം പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ബ്രദർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ TV മിനിസ്ട്രിയിൽ സഹായിക്കുന്നവർ എല്ലാവരും എണീക്കുക, ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എണീറ്റു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം അവസാനം ഇപ്രകാരം കൂടെ പറഞ്ഞു, ഈ മാസം തന്നെ ദൈവം ഉപജീവന മാർഗം കൂടി നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ എനിക്ക് ഫെബ്രുവരി മാസം സെക്കൻഡ് സാറ്റർഡേക്ക് തൊട്ട് മുമ്പ് തന്നെ ദൈവം സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് ജോലി തന്ന ദൈവം അനുഗ്രഹിച്ചു. എന്റെ ജീവിതം ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി വിരമിക്കുന്നു. ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞ് മരണത്തോടെ മടുത്ത് ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിയിൽ ഫോണിൽ കൂടി പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട് ആ സെക്കൻഡിൽ കർത്താവ് തൊട്ട് പുതുജീവൻ നൽകി നോർമൽ ബ്ലഡിൽ കൗണ്ടിൽ കൊടുത്ത് കർത്താവ് ജീവനോട് ഇതാ കൊണ്ട് നിർത്തിയ ചെറുപ്പക്കാരന്റെ സാക്ഷ്യം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഒരു സാക്ഷിയെ നിൽക്കുമ്പോൾ ദൈവം തന്നെ അവസരത്തോട് നന്ദി പറയുന്നു. എനിക്കൊരു പനിയുണ്ടായി. ആദ്യം ഒരു ക്ലിനിക്കിൽ പോയി. അവിടെ പോയപ്പോൾ മെഡിസിൻ തന്നു. മെഡിസിൻ കഴിക്കുമ്പോൾ 1 മണിക്കൂർ ആക്ഷൻ കാണുകയുള്ളൂ. അത് കഴിഞ്ഞ് ശരീരം തണുത്ത് വിറയ്ക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ 3 ദിവസം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. എന്നിട്ട് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി രാവിലെ തന്നെ അവർ എന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ബ്ലഡ് കൗണ്ട് നോക്കി, കൗണ്ട് കുറവായിരുന്നു. ഉച്ചയ്ക്കും കൗണ്ട് നോക്കി, കൗണ്ട് വളരെ താന്നിരുന്നു. വൈകുന്നേരം കൗണ്ട് നോക്കി, വൈകുന്നേരം കൗണ്ട് കുറവായിരുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർമാരും വീട്ടുകാരോട് പറഞ്ഞു, ഇവന്റെ നില വളരെ ഗുരുതരമാണ്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജിലോ കിംസിലോ കൊണ്ടുപോകണം. മാത്രമല്ല ബ്ലഡും പ്ലാറ്റ്ലേറ്റും ഇവനെ അടയ്ക്കേണ്ടതായി വരും എന്ന്. ആ സമയം വീട്ടുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കൂടാതെ അവർ ഒരു ആംബുലൻസ് വരെ റെഡിയാക്കി തന്നു. ശരീരം തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആംബുലൻസ് കയറുന്ന മുമ്പായി ഞാൻ സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, പിതാവ് ഇതാ കടുത്ത പനിയിൽ നിന്നും വിടുതൽ നൽകിയിരിക്കുന്നു പറഞ്ഞു. ഒരു സാക്ഷിയെ തീരണമെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടുന്ന് ആംബുലൻസ് കയറ്റി എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തണുത്ത് മരവിച്ചിരുന്ന ആ ശരീരം മെഡിക്കൽ കോളേജ് അവിടെ എത്തിയപ്പോൾ വേർക്കാൻ തുടങ്ങി.
പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾക്ക് എന്ത് വ്യത്യാസം ഉണ്ടായി? ശരീരം തണുക്കുന്ന പോലെ, തണുത്ത ശരീരം ചെറിയ ചൂടോട് കൂടി ബ്ലഡ് നോർമലായി. ഹല്ലേലൂയ. അങ്ങനെ ജീവൻ മടക്കി തന്ന യേശുവിന് സ്തോത്രം. ജീവൻ മടക്കി തന്ന യേശുവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുന്നിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായ ദൈവം എന്നെ അനുവദിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 8 മാസമായി എൻ്റെ മകൾക്ക് കടുത്ത തലവേദന ഉണ്ടായിരുന്നു. ഈ തലവേദന വരുമ്പോൾ അവളുടെ ദേഹം ഭയങ്കരമായിട്ട് വിയർക്കുകയും നമുക്ക് ആർക്കും അവളുടെ തൊടാൻ പറ്റാത്ത രീതിയിൽ ദേഹം വളരെയധികം ചൂടാവുകയും ചെയ്യും. അപ്പോൾ അതിഭയങ്കരമായ തലവേദന കാരണം ഇവൾക്ക് കിടക്കുവാൻ പോലും കഴിയില്ല. കാരണം തലവേദനയിൽ തല ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് ആർക്കും അവളുടെ തലയിൽ അല്പം മരുന്ന് പുരട്ടി കൊടുക്കുവാൻ പോലും പറ്റാത്തത്ര വേദനയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഇവൾ വേറെ കുറേ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ട, പക്ഷേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കുറിച്ച് തന്നു. ഈ മരുന്ന് കൊടുത്തിട്ട് യാതൊരു കുറവും ഉണ്ടായില്ല. തലവേദന വീണ്ടും മുൻപത്തെക്കാട്ടിലും കൂടുകയും അങ്ങനെ വീണ്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അതിഭയങ്കരമായ തലവേദന ഉള്ളപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ മെഡിസിൻ കൂടെ കുറിച്ച് തന്നു. ഈ മരുന്ന് കൊടുത്തതിന് ശേഷവും തലവേദനയ്ക്ക് ഒരു കുറവുണ്ടായില്ല. ക്രമേണ ഇവൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെയും ആഴ്ചകളോളം തന്നെ സ്കൂളിൽ പോകാൻ കഴിയാതെ പഠിക്കുവാനും കഴിയാതെ ശരിക്കും ബുദ്ധിമുട്ടി. അങ്ങനെ കഴിഞ്ഞ മാസം വീണ്ടും അതിഭയങ്കരമായിട്ട് വീണ്ടും തലവേദന വരികയും എത്ര മരുന്ന് കൊടുത്തിട്ടും ഒട്ടും കുറയാതെ വരികയും ചെയ്തപ്പോൾ ഞാൻ സിസ്റ്ററിനെ ഫോണിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു മകളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ ദൈവം ഇതാ നിന്റെ തലവേദന പൂർണ്ണമായി എടുത്തു മാറ്റിയിരിക്കുന്നു, ഈ തലവേദന നിനക്ക് ഇനി ഒരിക്കലും വരികയില്ല എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഒരു മരുന്ന് പോലും ഒരു ഗുളിക പോലും തലവേദനയ്ക്കായിട്ട് എൻ്റെ കുഞ്ഞ് ഇതേവരെ കഴിച്ചിട്ടുമില്ല. ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങിയിട്ടുമില്ല. അതുപോലെ ഞങ്ങൾ ഏകദേശം 10 വർഷത്തോളമായി. തലവേദന ഉണ്ടോ കുട്ടിക്ക്? ഇല്ല, ഒട്ടുമില്ല. ഏകദേശം 10 വർഷത്തോളമായി ഞങ്ങൾ 2 കടകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഈ കട വാടകയ്ക്ക് കൊടുത്ത സമയത്തുള്ള തുച്ഛമായ വാടകയാണ് ഇപ്പോഴും തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പോയി വാടക കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വാടക കൂട്ടിത്തരാനും തയ്യാറല്ല, കട ഒഴിഞ്ഞു പോകാനും തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി സംസാരിക്കുമ്പോൾ ഞങ്ങളടുത്ത് മോശമായിട്ട് സംസാരിക്കുകയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഞങ്ങളടുത്ത് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 7 മാസം ഞങ്ങൾ ഈ ആവശ്യമായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ പോവുകയും ഞങ്ങൾ തീരെ അവഹേളിക്കുന്ന രീതിയിൽ ഞങ്ങളടുത്ത് മോശമായി സംസാരിക്കുകയും കൂടുതൽ കാശ് ഞങ്ങളടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 3 ആഴ്ച മുമ്പ് ഞാൻ സിസ്റ്ററിനടുത്ത് ഈ കാര്യം പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യപ്പെടുകയും കട നിങ്ങൾക്ക് തന്നെ തിരികെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ 7 മാസമായിട്ട് ഈ കാര്യമായിട്ട് നടന്നിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. പക്ഷേ സിസ്റ്റർ പ്രാർത്ഥിച്ചതിൻ്റെ 3-ാമത്തെ ദിവസം താക്കോൽ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് കട ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതുപോലെ ഏകദേശം 1.5 വർഷത്തോളമായിട്ട് എൻ്റെ മകൾക്ക് കടുത്ത നെഞ്ചുവേദനയും ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവക്ക് ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് അതുമൂലമുള്ള ശ്വാസമുട്ടലാണെന്ന് കരുതി അങ്ങനെ ചികിത്സിച്ചു. ഓരോ ദിവസം കഴിയുന്നോറും ഈ ശ്വാസമുട്ടലും നെഞ്ചുവേദനയും കൂടി വരുന്നതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല. ക്രമേണ സ്കൂളിൽ പോകാനും കഴിയാതെ അതിഭയങ്കരമായ ശ്വാസമുട്ടൽ കാരണം ശരിക്കും കഷ്ടപ്പെടുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഇത് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടുള്ളതല്ല, ആസ്മ അതികഠിനമായിരിക്കുന്നു, അതിക്രമിച്ചു പോയി, അതുകൊണ്ട് ഹയർ ഡോസ് മരുന്ന് തന്നെ കൊടുക്കണം, ഒരു നേരം പോലും മുടങ്ങാൻ പാടില്ല, ജീവിതാവസാനം വരെ ഈ മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ഈ മരുന്ന് കഴിച്ചാലും ഈ അസുഖം തുടരെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസം 30-ാം തീയതി വ്യാഴാഴ്ച ഞങ്ങളുടെ ആരാധനയ്ക്ക് വന്നപ്പോൾ ബ്രദറിനെ കണ്ട് ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച അന്ന് മുതൽ ഒരു നേരം പോലും അവൾ ഇന്നേ വരെ ഒരു ഗുളിക പോലും ഉപയോഗിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് വിടുതൽ നൽകി. ഏകദേശം 2000 രൂപയോളം തന്നെ ഇവക്ക് ഒരു മാസം മരുന്നിന് ചിലവാകുമായിരുന്നു. ഇപ്പോൾ 1 രൂപ പോലും ഒരു ദിവസം പോലും ഡോക്ടറെ കാണേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുവാനും പൂർണ്ണമായിട്ട് സൗഖ്യം എൻ്റെ ദൈവം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ വലിയവനായ ദൈവത്തിന് ഞാൻ 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. 2010 ജൂലൈ മാസം 4-ാം തീയതി എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമുണ്ടായി. ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള
ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗയെ ചെന്ന് കാണുകയുണ്ടായി. ഡോക്ടർ പറഞ്ഞു 1 മാസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം മരുന്ന് കഴിച്ചു. എങ്കിലും അതിന് താൽക്കാലികമായിട്ട് ആ ഒരു സൗഖ്യം പ്രാപിച്ചുവെങ്കിലും കൂടുതൽ മറ്റു പ്രയാസങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ഡോക്ടറെ കാണുകയുണ്ടായി. ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു MRI ചെയ്യണമെന്ന് പറഞ്ഞു. തലയ്ക്ക് MRI ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഞങ്ങളെ ഡോക്ടർ വളരെയധികം ശാസിച്ചു. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഗ്രോത്ത് ഉണ്ടായി. അത് എത്രയും വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയണം. അതുകൊണ്ട് നിങ്ങൾ ഒരു ന്യൂറോ സർജനെ സമീപിക്കണം എന്ന് പറഞ്ഞു. അപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഗ്രേസിക്കുട്ടിയെ ഒക്ടോബർ മാസം 11-ാം തീയതി ഞങ്ങൾ പോയി കാണുകയുണ്ടായി. ഡോക്ടർ ശ്രീമതിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഉടൻ തന്നെ നിങ്ങൾ ഒന്നുകിൽ ശ്രീചിത്ര മെഡിക്കൽ സയൻസിലേക്ക് പോകുക, അല്ല എങ്കിൽ കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുക എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. എങ്കിലും ദൈവസന്നിധിയിൽ ഞങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയോട് ഞങ്ങൾക്ക് തോന്നി ഏതായാലും ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുക, രോഗം ഭേദമാകണമല്ലോ. അപ്രകാരം അനേകർ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒക്ടോബർ മാസം 14-ാം തീയതി രാത്രിയിൽ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അദ്ദേഹം തിരുവനന്തപുരത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ അനുജത്തി തിരുവനന്തപുരത്തുണ്ട്, അനുജത്തിയും ഭർത്താവും. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എത്രയും വേഗം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രയർ സെന്ററിൽ ഈ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം പ്രയർ ഗാർഡൻസിലേക്ക് പ്രിയ ബ്രദറിനെ വിളിച്ച് ഈ വിവരം പറയുകയുണ്ടായി. അപ്രകാരം ബ്രദർ ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുകയും രോഗം നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഒക്ടോബർ മാസം 17-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ അഡ്മിറ്റ് ആകുന്നതിന് വേണ്ടി ഞങ്ങൾ വരികയുണ്ടായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ 3:30 ഞങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ആ സമയത്ത് ഞങ്ങളുടെ ബാഗേജുകളൊക്കെ ഞങ്ങൾ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ അനിയനും അനിയത്തിയും കൂടെ ഞങ്ങളെ നെയ്യാറ്റിൻകര പ്രയർ ഗാർഡൻസിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആരാധന തീരാൻ വെറും 15 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വരികയായിരുന്നുണ്ട്, ഒരു വിവരവും ഞങ്ങൾക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു. എങ്കിലും ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങൾ ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തന്നു. അപ്രകാരം ഞങ്ങൾ ബ്രദറിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു പ്രോഗ്രാമുള്ളതുകൊണ്ട് ബ്രദർ പോകുവാനായി കാറിലോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് കയറി വെച്ചപ്പോൾ ഒരു ബ്രദർ എന്നെ ഓടി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ ചെങ്ങന്നൂരിന്റെ പ്രദേശത്ത് നിന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ ഓടി വരിക എന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾ ബ്രദറിനെ കാണുവാൻ തിരിച്ചു വന്നു. ബ്രദർ അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, നിങ്ങൾ സൗഖ്യത്തോടുകൂടി നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകാൻ ഇപ്പോൾ ദൈവം എന്നോട് അറിയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു. എന്നാൽ ഒക്ടോബർ മാസം 20-ാം തീയതി ഞങ്ങളെ പരിശോധിച്ച ഡോക്ടർ ഈശ്വറിയർ പറഞ്ഞത്, ഇവിടെ മെഡിക്കൽ സയൻസ് തോറ്റിരിക്കുന്നു, അതിനേക്കാൾ വലിയൊരു സയൻസ് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം രക്തത്തിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ 120ഓളം പോയിന്റ് ഉണ്ടായിരുന്നു. സാധാരണ ഒരു മനുഷ്യജീവിക്ക്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 20 പോയിന്റ് കൂടുതൽ അവൾ മരണത്തിലേക്ക് വഴുതി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. എന്നാൽ ആ 120 പോയിന്റിൽ നിന്നും ആ പരിശോധന നടത്തിയപ്പോൾ 0.2 ആയി കുറഞ്ഞു കിട്ടിയ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്രകാരം ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളെ സിസ്റ്ററെ വിളിച്ച് വിവരം അറിയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഓപ്പറേഷൻ 1.5 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥാനത്ത് 15 രൂപ പോലും മുടക്കാതെ ദൈവം വളരെ ഞങ്ങൾക്ക് അത്ഭുത സൗഖ്യം തന്നതിനെ ഓർത്ത് ഞങ്ങൾ ഇന്ന് ഇവിടെ സ്തുതിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനമുള്ള പ്രിയ ബ്രദറിനെയും അതുപോലെ സിസ്റ്ററെയും ഈ സമയം എല്ലാവിധമായ അനുഗ്രഹങ്ങളായി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു പുതുജീവൻ തന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പ് നിർത്തിയ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ പ്രവേശിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ആദ്യവാരത്തിൽ വളരെ ക്ഷീണിതനായി തീരുകയും നടക്കാൻ തന്നെ പോകാൻ വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയും ഡോക്ടർ എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറയുകയും അപ്രകാരം ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ബ്ലഡിൽ പ്ലാറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. മിനിമം 1.5 ലക്ഷം വേണ്ടത്
വെറും 45 മാത്രമേ ഉള്ളായിരുന്നു, 45,000. ഒടുവിൽ അന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ അളവ് കുറഞ്ഞ് 18,000 കുറഞ്ഞു. ഡിസംബർ 19 18,000 കുറഞ്ഞു. അങ്ങനെ ഇരിക്കെ അന്ന് തന്നെ ഒരു 7-8 കുപ്പി ബ്ലഡ് അടച്ചെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ല. ചൊവ്വാഴ്ച സിസ്റ്ററിനെ ഫോണിൽ കൂടി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമുള്ള ബ്ലഡ് ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം ബുധനാഴ്ച രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ മിനിമവും കഴിഞ്ഞ് കൂടുതൽ ബ്ലഡ് എൻ്റെ ശരീരത്തിലുണ്ടാകുകയും അന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുകയും ചെയ്തു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററും നന്ദി സ്തോത്രങ്ങൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ 2002 മുതൽ ഈ ആരാധനയിൽ ക്രമമായി പങ്കെടുത്തു വരികയാണ്. അതുമുതൽ ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വരികയും ചെയ്യുന്നു. ഞാനിപ്പോൾ സാക്ഷി പറയുന്നത് എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ കാലിലൊരു നീരും പനിയും ഉണ്ടായി. മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു അവൾക്ക് തൈറോയ്ഡാണ്. ഈ കാലയളവിൽ അവൾ പ്രഗ്നൻ്റ് ആവുകയോ പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, പ്രഗ്നൻ്റ് ആയാൽ അബോർഷൻ ആവുകയോ അല്ലെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കുകയോ ചെയ്യാം, അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രയാസമുണ്ടായി. മെഡിക്കൽ കോളേജിൽ തന്നെ വേറെ ചില ഡോക്ടേഴ്സിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. എല്ലാ ഡോക്ടേഴ്സും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ വളരെ പ്രയാസത്തോടുകൂടി എൻ്റെ വൈഫ് സിസ്റ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ കണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, അവളുടെ തൈറോയ്ഡ് രോഗം പരിപൂർണമായിട്ട് യേശു എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അവളുടെ തൈറോയ്ഡ് രോഗം പരിശോധനയിൽ അപ്രത്യക്ഷമായതായിട്ടും കണ്ടു. ഈ സമയം അവള് വിദേശത്തായിരുന്നു. വിദേശമായി തന്നെ ആയിരുന്ന മകളെ തന്നെ തൊട്ട് പരിപൂർണമായ സൗഖ്യം നൽകുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. 2010 ഫെബ്രുവരി മാസം 9-ാം തീയതിയുള്ള പ്രാർത്ഥന പോളിയോ ഹോമിലെ ആരാധനയിൽ ബ്രദർ തലമുറയ്ക്കായി പ്രാർത്ഥിച്ചു. അന്നേരം ഞങ്ങളും ആ കൂട്ടത്തിൽ പങ്കുചേർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് ബ്രദർ ഇപ്രകാരം പറയുണ്ടായി, നിങ്ങളുടെ മക്കളെ ഏത് അവസ്ഥയിൽ ഏത് സ്ഥലത്തായിരുന്നാലും അവരെ ദൈവം തൊട്ട് അവർക്ക് തലമുറയെ നൽകുന്നു എന്ന് പറയുണ്ടായി. ആ സമയത്ത് എനിക്ക് പ്രത്യേകമായ ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ ആ സമയം തന്നെ ഞാൻ പ്രസംഗം കുറിക്കുന്ന എൻ്റെ ഡയറിയിൽ മകളുടെ പേരെഴുതി റൗണ്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. അടുത്ത മാസമായപ്പോൾ വിദേശത്തായിരുന്ന മകള് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണ്, പരിശോധനയിൽ തൈറോയിഡിന്റെ യാതൊരു അംശവും എൻ്റെ ശരീരത്തിൽ ഇല്ല എന്നും പറയുകയുണ്ടായി. തൈറോയിഡ് ആണ് എങ്കിൽ വൈകല്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കുകയോ അബോർഷനാവുകയോ ചെയ്യുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ യേശു അവിടെ തൈറോയിഡിനെ ആദ്യം എടുത്തു മാറ്റുകയും അവൾക്ക് ഊനമില്ലാത്ത ഒരു തലമുറയെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രത്തോളം അത്ഭുതം ചെയ്ത യേശുവിന് ഉയർത്തിയാട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷ്യം പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ യൂട്രസിന് സിവിയർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഡോക്ടറെ കാണിച്ചു. സ്കാൻ ചെയ്തപ്പോൾ ലെഫ്റ്റ് ഓവറി കാണാനില്ല, യൂട്രസിൽ മുഴകളും ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി, കാരണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് വളരെ സങ്കടത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. സിസ്റ്റർ പറഞ്ഞു, ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലെഫ്റ്റ് ഓവറിയും റൈറ്റ് ഓവറിയും ഉണ്ട്, മുഴകളും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവേ. എല്ലാവരും ഹൃദയം തുറന്ന് നന്ദി പറയുക. ആയുസ് നീട്ടിത്തന്ന ദൈവത്തിന് നന്ദി, ആഹാരം തന്ന ദൈവത്തിന് നന്ദി, അഭിഷേകം പകർന്നവന് നന്ദി, ആരോഗ്യം തന്നവന് നന്ദി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സേ താങ്ക് യു. വാ തുറന്ന് നന്ദി അർപ്പിക്കുക.
വാ തുറന്ന് കർത്താവിന് നന്ദി അർപ്പിക്കുക. എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ചെറുപ്പക്കാർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അമ്മമാർ പിതാക്കന്മാർ എല്ലാവരും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു എല്ലാരിലും. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. കരം ഉയർത്തി കീഴടങ്ങി കരം തട്ടി ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. മനോഹര മാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും, എൻ ക്ലേശമാകെ നീങ്ങിപ്പോം അവിടെ ഏറ്റു നിത്യമാം സന്തോഷം പ്രാപിക്കും അന്ന് ഞാൻ, നിത്യമാം സന്തോഷം പ്രാപിക്കും അന്ന് ഞാൻ. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല, എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും, ആനന്ദം കൂടിടും, സാനന്ദം പാടിടും. ശ്രീയേശു രാജൻ, ശ്രീയേശു. കരം ഉയരട്ടെ. കുഞ്ഞാട്ടിൻ തേരുരക്തത്താൽ ശുദ്ധനായി തീർന്നു താൻ ചങ്കിലെ ശുദ്ധ രക്തത്താൽ ജയം പാടി രഗല ജനശാലഞ്ജന രാഗരാശാലജ രഗല ജനശാലഞ്ജന രാഗരാഗല ജനശര. കോടി കോടി ദുഃഖങ്ങളായി എൻ ഭാഗ്യകാലം ആത്മാവിൽ നിറഞ്ഞ് അഗ്നിയിൽ നിറഞ്ഞ് പാടി ആരാധിക്കുക. ദൈവാത്മാവിൽ നിറഞ്ഞ് പാടി ആരാധിക്കുക, പാടി ആരാധിക്കുക എല്ലാവരും. Amen. The heaven is open for you. The heaven is right now open for you. സ്വർഗം നിങ്ങൾക്കായി തിറക്കപ്പെടുന്നു. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ, ദിവ്യ സ്നേഹം അഭിഷേക തീയായി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. നന്ദി, 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 നന്ദി. അങ്ങ് കടന്നു വന്നിരിക്കാൻ നന്ദി. താങ്ക് യു ലോർഡ്. യു ആർ ഹിയർ. താങ്ക് യു ജീസസ്. യു ആർ വെരി മച്ച് പ്രസന്റ് ഹിയർ. താങ്ക് യു, താങ്ക് യു അപ്പാ. അപ്പാ അങ്ങക്ക് നന്ദി, അപ്പാ അങ്ങക്ക് നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എൻ ഉള്ള തുള്ളുന്നു. ഈ ലോക സുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ട നിത്യമാം രാജ്യത്തെ അന്നു ഞാൻ പാടിടും. നിത്യമാം രാജ്യത്തെ അന്നു ഞാൻ പാടിടും. രാജന്മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രാജന്മു കൃപ, 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 കൃപ നിറച്ചതിനായി നന്ദി. ദൈവമേ, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ഐസയ 35 4 വചനം. ഐസയ 35 4. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന് പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. Hallelujah. What a comforting word from God. തളർന്നിരിക്കുന്നവന്, തകർന്നിരിക്കുന്നവന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന എത്രയോ ആശ്വാസം നിറഞ്ഞ വാക്കുകൾ. Be strong. God says, be strong. Do not afraid. Be strong. Do not fear. ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, தைரியப்படுவேன். நீங்கள் பயப்படாதிருங்கள், திடன் கொள்ளுங்கள், திடன் கொள்ளுங்கள். நீங்கள் பயப்படாதிருங்கள், ஆண்டவர் சொல்லுகிறார், நீங்கள் திடன் கொள்ளுங்கள். കാരണം വേദ പുസ്തകം അതേ വചനത്തിൽ നമ്മ പഠിപ്പിക്കുന്ന there is a day of vengeance as well as there is a day of recompensation for you. ദൈവജനമേ, സുവിശേഷം അനുസരിക്കാത്തവന് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന പ്രതികാരം നൽകപ്പെടുന്ന ദിവസം, സുവിശേഷം അനുസരിച്ചവന് പ്രതിഫലം ലഭിക്കുന്ന ദിവസം. ഇതാ ദൈവം വരുന്നു. There is a day of vengeance and as well as there is a day of recompensation. God will save you. ദൈവം നിങ്ങളെ രക്ഷിക്കും. ആകയാൽ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 23, 12, 13 വചനങ്ങളിൽ 40 കപടഭക്തന്മാർ ഒരു സംഘം ചേർന്ന് ശപഥമെടുത്ത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി പ്രസംഗിക്കുന്ന പൗലോസിനെ കൊന്നുകളയുവോളം ഞങ്ങൾ ഭക്ഷിക്കുകയില്ല. We will not eat until we die. Until Paul dies. കർത്താവിന്റെ ഉജ്ജ്വല സത്യത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുന്ന പൗലോസ് മരിക്കുവോളം 40 കപടഭക്തന്മാർ ഒന്നിച്ച് ചേർന്ന് ശപഥമെടുത്ത് ഞങ്ങൾ സാപ്പിടുകയേയില്ല, ഞങ്ങൾ ആഹാരം കൊള്ളുകയേയില്ല. അവർ ഒരുമിച്ച് ശപഥമെടുത്ത് പൗലോസിന് എതിരായി നീങ്ങി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 21:30 യേശു കർത്താവിനെ ഉയർത്തി പ്രസംഗിച്ച പൗലോസിന് ജനത്തിനത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. വേദപുസ്തകം നമ്മ പഠിപ്പിച്ചു. ആ ദേവാലയത്തിൽ നിന്ന് പൗലോസിനെ വലിച്ചിളച്ച് ദേവാലയത്തിന്റെ പുറത്തിട്ട് ദേവാലയത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ചുറ്റും പ്രതികൂലം, എവിടെ പ്രസംഗിച്ചാലും പ്രതികൂലം, എവിടെ ദൈവത്തെ സ്തുതിച്ചാലും പ്രതികൂലം. Paul the great apostle openly admitted, there is terrible fear inside me. 9 കൃപാവങ്ങളിലും കർത്താവിന് ജ്വലിച്ച് സാക്ഷീകരിച്ച പൗലോസ് ഹൃദയം തുറന്ന് സമ്മതിക്കുന്ന അകത്തെ ഭയം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട കർത്താവിന്റെ അഗ്നിയുടെ അപ്പോസ്തലൻ പറയുന്ന എന്റെ അകത്തെ ഭയം. 2 കൊരിന്ത്യർ 7-5 വചനത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന there is terrible fear inside me. അകത്തെ ഭയം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ആ അവസ്ഥയിൽ തന്റെ ദാസന് ഏകാന്തതയിൽ ജീവിപ്പാൻ പ്രവർത്തിക്കാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 23:11 നമ്മ പഠിപ്പിക്കുന്ന ആ രാത്രിയിൽ
The same night the Bible says, ആ രാത്രിയിൽ യേശു കർത്താവ് പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി ഒരു വാക്ക് ഉച്ചരിച്ച്, പൗലോസേ ധൈര്യമായിരിക്കാം. എല്ലാരും ഇത് പോരാ, ഇത് പള്ളിക്കകത്ത് പറയുന്ന ഹല്ലേലൂയ, ഇത് പോരാ. ഹല്ലേലൂയ. കർത്താവ് പൗലോസിനോട് അരുളി ചെയ്യുന്ന, നീ ധൈര്യമായിരിക്കുക. ബി ഓഫ് ഗുഡ് കറേജ്. നീ ഭയപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വചനത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ശബ്ദിച്ച അതേ ദൈവം അരുളി ചെയ്യുന്ന, പൗലോസേ നീ ധൈര്യമായിരിക്കുക. മരിച്ച തന്റെ ഏകമകനെ കുഴിച്ചിടാൻ കടന്നുപോയ നയിൻ പട്ടണത്തിലെ വിധവ സ്ത്രീയെ കണ്ട് അവരുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് യേശു കർത്താവളോട് പറഞ്ഞല്ലോ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ, സ്ത്രീയെ കരയേണ്ട. അതേ ശബ്ദത്തിന്റെ ഉടമസ്ഥൻ പൗലോസിനോട് ഇപ്പോൾ പറയുന്നു, മകനെ നീ ധൈര്യമായിരിക്ക. മരിച്ച് 4 ദിവസമായി ശരീരം നാറി ലാസറുടെ കല്ലറയുടെ അടുക്കൽ നിന്ന്, ലാസറേ പുറത്തേക്ക് വരിക, ലൂക്കോസ് 11:43 എന്ന് ശബ്ദിച്ച അതേ ദൈവം പൗലോസിന് ഇപ്പോൾ അരുളി ചെയ്യുന്നു, മകനെ നീ ധൈര്യമായിരിക്ക. അതേ കർത്താവ് ഇവിടെ ഉണ്ട്. Hallelujah. He is here. My God is here. എന്റെ ദൈവം ഇവിടെ ഉണ്ട്. മിസ്റ്റർ സുകുമാരൻ, എന്റെ വലതു ഭാഗത്തിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള വിധി എഴുതപ്പെട്ടിരിക്കുന്ന സുകുമാരൻ, നിങ്ങളുടെ ഉദര സംബന്ധമായ രോഗത്തെ കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. Receive your miracle. Receive your miracle. ധൈര്യമായിരിക്കാം, ധൈര്യമായിരിക്കാം. ഭയപ്പെടേണ്ടവന് ഭയപ്പെടേണ്ട തരത്തിൽ നീ ഭയപ്പെട്ടാൽ, ഭയപ്പെടാൻ പാടില്ലാത്തതിന് ദൈവ പൈതല് നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമേ വരികയില്ല. ആമേൻ. ഭയപ്പെടേണ്ട സത്യ നിത്യ ദൈവത്തെ നീ ഭയപ്പെടേണ്ട രീതിയിൽ ഭയപ്പെട്ടാൽ, സഹോദര സഹോദരി, ഭയപ്പെടാൻ പാടില്ലാത്ത ചവറുകളെ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമേ ഉണ്ടാവുകയില്ല. The same God came down and spoke to Paul the great apostle in the night. Be of good courage. He is speaking unto you individually now. Be of good courage. 2000 ആണ്ടുകൾക്ക് മുമ്പ് രാത്രിയിൽ അകത്തെ ഭയമെന്ന് നിലവിളിച്ച പൗലോസിന്റെ അടുക്കലിറങ്ങി, മകനെ നീ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളോട് വിളമ്പുന്നു. മകളെ നീ ഭയപ്പെടേണ്ട, മകനെ നീ ഭയപ്പെടേണ്ട. ഞാൻ ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട ദൈവത്തെ നീ ഭയപ്പെട്ടാൽ, ഭയപ്പെടാൻ പാടില്ലാത്ത ചവറുകളെ കണ്ട് നീ ഒരിക്കലും ഭയപ്പെടേണ്ടത് വരികയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരമുയർത്തി, കരമുയർത്തി, ആത്മാവിൽ നിറഞ്ഞ് കരമുയർത്തി, കരം തട്ടി, ആത്മാവിൽ നിറഞ്ഞ് എല്ലാരും പാടുക.
ദൈവാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നു. I see the heaven is open. The mighty flow of God's Holy Spirit in your heart right now. ഇപ്പോൾ തന്നെ സ്വർഗം തുറക്കപ്പെടുന്നു. ആദിയിലെ നബുലാത്മാവേ അമിതബലം ധരണേ. ആദിയിലെ നബുലാത്മാവേ അമിതബലം ധരണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാ ദൈവാത്മാവിൽ നിറയുക, ദൈവാത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാ ഞങ്ങൾ വചനത്തിൽ വേരുണ്ണി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാ ഞങ്ങൾ വചനത്തിൽ വേരുണ്ണി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ജനം ഉണർന്നിടുവാൻ. പിന്മഴയെ അഗ്നി 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 വ്യാപരിക്കുന്നു. എല്ലാ ഭയത്തിന്റെ കെട്ടുകളും പൊട്ടുന്നു. എല്ലാ ഭീതിയുടെ നിഴലുകളും വിട്ടുപോകുന്നു. ഇപ്പോൾ 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 every bondages of fear is broken. എല്ലാ ഭീതിയുടെ ബന്ധനവും ഇപ്പോൾ പൊട്ടിപ്പോകുന്നു, പൊട്ടിപ്പോകുന്നു. ആമേ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക. ആമേ ആമേ. സ്പീക്ക് ഇൻ ടങ്സ്. പുതു പുതു ഭാഷകൾ സംസാരിക്കുക, അന്യ ഭാഷകൾ സംസാരിക്കുക, പ്രവചിക്കുക. ദൈവകൃപയിൽ ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ. റഗ്ഗാലദം ധനദബ ലജഞ്ജന സഗ റഗ്ഗാലദം ധനദബ ലജഞ്ജനദബ ലജജ്ജ. ആമേൻ ആമേൻ. കൃപ 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 കൃപ. ഭയപ്പെടുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചില ഉണ്ട്, ഭയപ്പെടേണ്ട കാര്യങ്ങളും ഉണ്ട്. ഇത് രണ്ടും ദൈവജനം അറിഞ്ഞ് ജീവിക്കണം. ഭയപ്പെടുവാൻ പാടില്ലാത്ത കാര്യം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ആവർത്തനം 1:17 വായിക്കാം. ആവർത്തനം 1:17. മനുഷ്യനെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഫിയർ നോട്ട് മെൻ. മനുഷ്യരെ ഭയപ്പെടരുത്. ദൈവം അധികം സ്നേഹിക്കുന്ന സഹോദര സഹോദരി, ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിത ഉയർച്ചയ്ക്കായി ഒരു മന്ദിരം നിന്നോട് അരുളി ചെയ്യുന്ന മനുഷ്യനെ നീ ഭയപ്പെടരുത്. നീ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ആവർത്തനം 1:17 ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന മനുഷ്യനെ ഭയപ്പെടല്ലേ. എന്തുകൊണ്ട്? കാരണമുണ്ട്. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യോബുവിൻ പുസ്തകം 14:1 വചനത്തിൽ നീ ഭയപ്പെടുന്ന മനുഷ്യൻ അല്പായുസുള്ളവൻ. ഐസയ 51:12 പ്രകാരം പുല്ലുപോലെ വാടിപ്പോകുന്നവൻ.
ദീർഘകാലം നിലനിൽക്കുന്നവനല്ല. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അവൻ അല്പായുസുള്ളവൻ. ആകയാൽ നീ മനുഷ്യനെ ഭയപ്പെടരുതേ. അതേ വചനം നമ്മ പഠിപ്പിക്കുന്ന അവന്റെ ജീവിതം നിറയെ ദുഃഖവും കഷ്ടവുമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, മനുഷ്യരെ ഭയപ്പെടരുതേ. സംഖ്യ 23:19 വചനത്തിൽ വ്യാജം പറയുന്നവൻ മനുഷ്യൻ. ആകയാൽ വ്യാജം പറയുന്ന മനുഷ്യനെ നീ ഭയപ്പെടരുതേ. ജെറേമിയ 17:9 വചനം നമ്മ പഠിപ്പിക്കുന്ന കപടം തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവൻ മനുഷ്യൻ. ആകയാൽ ദൈവ പൈതലേ, ആ മനുഷ്യനെ നീ ഭയപ്പെടരുതേ. ഭയപ്പെടാതെ നന്മ ചെയ്യുക. ഭയപ്പെടാതെ. യേശു കർത്താവ് മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് പോൽ ദൈവ പൈതലേ, അവനെ മാതൃകയാക്കിക്കൊണ്ട് നീയും നന്മ ചെയ്യുക. We are created and protected in this world for doing good. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന നിങ്ങളെയും എന്നെയും ദൈവം നിർമ്മിച്ച് ഇവിടെ സംരക്ഷിക്കുന്ന ഏക ഉദ്ദേശം നന്മ ചെയ്യുവാൻ വേണ്ടി. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വചനത്തിൽ യേശു കർത്താവ് തന്റെ ലോക ജീവിതത്തിൽ അവൻ നന്മ പ്രവർത്തിച്ചു. എന്താണ് നന്മ പ്രവർത്തനം? ദൈവത്തിങ്കലുള്ള പ്രവർത്തനം, വിശ്വാസത്തിന്റെ പ്രവർത്തനം, മനുഷ്യരുടെ ഇടയിൽ സൽപ്രവർത്തനം. ഇതാണ് നന്മ. ജീസസ് ക്രൈസ്റ്റ് വെന്റ് ഡൂയിങ് ഗുഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് പ്രവർത്തിച്ച നന്മ എന്താണ്? യോഹന്നാൻ 18-ാം അധ്യായം വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അതിന്റെ 37-ാം വചനത്തിൽ യേശു കർത്താവ് സാക്ഷീകരിക്കുന്ന സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് സാക്ഷീകരിക്കുന്ന സത്യത്തിന് സാക്ഷിയായി നിൽക്കേണ്ടതിന് നാം ജനിച്ചു. അതാണ് അവൻ പ്രവർത്തിച്ച നന്മ. സത്യം. എന്താണ് സത്യം? ദൈവവചനം ഏക സത്യം. ഹല്ലേലൂയ. ദൈവവചനം സത്യം. എന്താണ് ദൈവവചനം? അത് സുവിശേഷം. ദൈവവചനം സുവിശേഷമാകുന്നു. എന്താണ് ഈ സുവിശേഷം? 2 തിമോഥെയോസ് 2:8 നമ്മ പഠിപ്പിക്കുന്ന മരിച്ചിട്ട് ഉയർത്ത യേശു ക്രിസ്തുവിനെ സദാ ഓർക്കുന്നതാണ് സുവിശേഷം. യേശു ക്രിസ്തു തന്നെ സുവിശേഷം. യേശു ക്രിസ്തു തന്നെ ഏക സത്യം. ആ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളുന്നതാണ് പ്രിയമുള്ളവരെ നിങ്ങളും ഞാനും ചെയ്യേണ്ട നന്മ. ആ നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ഭയപ്പെടരുതേ. തടസ്സം വരുമ്പോൾ ഭയപ്പെടരുതേ. ലോക ചരിത്രത്തിന്റെ ആദ്യം മുതൽ ഈ നാഴിക വരെയും യേശു ക്രിസ്തുവിനെ സത്യത്തിൻ സാക്ഷിയായി എവിടെ സാക്ഷീകരിച്ചുവോ അവിടെ മാത്രമാണ് മനുഷ്യൻ പ്രതികൂലം സൃഷ്ടിക്കുന്നത്.